ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം പേരുകളുള്ള ആളുകൾക്ക് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? എയർപോർട്ടുകളിൽ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന്റെ പേരിൽ എന്തെങ്കിലും രൂപത്തിൽ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം? കഴിഞ്ഞ ദിവസമാണ് ഒരു വ്ലോഗർ വേദനയോടുകൂടി വന്ന് ചില കാര്യങ്ങൾ നമ്മോട് തുറന്നു പറഞ്ഞത്. ഈ സാധനം കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന രൂപത്തിൽ അദ്ദേഹം ഇന്ത്യൻ പാസ്പോർട്ട് പൊക്കിക്കാണിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പുച്ഛമാണ്. അങ്ങനെ ഒരു വ്ലോഗറാണ്, ട്രാവൽ വ്ലോഗറാണ്. പലയിടത്തും താൻ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളെ സംബന്ധിച്ചും യുവാവ് തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഒന്നത്, ചിലര് പറയുന്നു മുസ്ലിം നാമധാരികളാണ് പാസ്പോർട്ടിന്റെ ഉടമയെങ്കിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഇവർക്ക് ഒരുപാട് ഭ്രഷ്ടുകൾ കിട്ടുന്നു. അതിന് ജാമിത ഒരു കാരണമാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പല ഭാഷകളിലായി പറഞ്ഞ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട്. അവര് പറയുന്നു ജാമിത ആണോ അതിന് കാരണം? ജാമിത ആണോ അതിന് കാരണം? അല്ല. ജമീഷ മുബിൻ എന്ന 22-കാരനായ എഞ്ചിനീയർ ഒരു ചെവി കേൾക്കാത്ത, സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിനകത്തിരിക്കുന്നു. ഇടയ്ക്കു മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് റൂമിനകത്ത് നിന്ന് പുറത്തു വരുന്നു. വളരെ തുച്ഛമായ ചില സമയങ്ങളിൽ മാത്രം പുറത്തു പോകുന്നു. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുമായി വരുന്നു, മുറിക്കകത്ത് കയറുന്നു, അടച്ചിടുന്നു. ആ മുറിക്കകത്തേക്ക് മാതാപിതാക്കൾക്കോ ഈ ഭാര്യയ്ക്കോ പ്രവേശനമില്ല. 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, ഏതാണ്ട് ഒരു 8-9 മാസമായപ്പോഴേക്ക് യുവാവ് റൂമിന് പുറത്തു വരുന്നു. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. രാത്രി 12-1 മണിയോടുകൂടി അവൻ ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുന്നു. 5ഓളം സുഹൃത്തുക്കൾ അവിടെ വരുന്നു. അതിനകത്തൊന്ന് ട്വിൻസ് ബ്രദേഴ്സ് ആണ്. വരുന്നു. എന്തൊക്കെയോ ചാക്കിനകത്ത് കെട്ടി നിറച്ച് സാധനങ്ങൾ കാറ് നിറയെ കയറ്റാൻ ഈ 5 സുഹൃത്തുക്കൾ സഹായിക്കുന്നു. ഏറ്റവും ഒടുവിൽ 5 സുഹൃത്തുക്കളോടും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നീ പോയി വരൂ, ശരി, നാളെ ഇതേ സമയം നീ ആകാശത്ത് നോക്കുമ്പോൾ ഒരു നക്ഷത്രമായി ഞാൻ അവിടെ ഉണ്ടാകും. നാളെ ഇതേ സമയത്ത് ഞാൻ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാകും, ഹൂറികളെ പ്രാപിച്ചിട്ടുണ്ടാകും എന്ന് ആ 22-23കാരൻ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു. സന്തോഷകരമായി കയറുന്നു, പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കോയമ്പത്തൂർ സംഗമേശ്വര ക്ഷേത്രത്തിൽ ദീപാവലി ദിനത്തിൽ പൊട്ടിത്തെറിച്ചു എന്ന വാർത്ത കേൾക്കുന്നത്. പിറ്റേ ദിവസം ദീപാവലിയാണ്. ആ ക്ഷേത്രത്തിലേക്ക് എത്തിയില്ല. അതിനു മുമ്പ് തന്നെ യുവാവ് ഇരുന്നത് ഒരു സ്ഫോടക വസ്തുവിന്റെ മേലെയായിരുന്നു. കാറോടുകൂടി പൊട്ടിത്തെറിച്ചു. കുറച്ചപ്പുറത്തൊരു ഇരുമ്പ് നിക്കറിന്റെ കഷ്ണം കണ്ടപ്പോഴാണ് ഇരുമ്പ് നിക്കറിട്ട ചാവേർ സ്ഫോടനമായിരുന്നു അത് എന്ന് പോലീസ് അധികൃതർ തിരിച്ചറിഞ്ഞത്. ക്ഷേത്രത്തിൽ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു തൂണിന്റെ ഏതോ ഒരു മൂലയോ മുക്കോ കണ്ടെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലാതെ. അപ്പോഴാണ് ഒരു ഉമ്മയുടെ വിളി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ആർക്കാണ് സംഭവിച്ചത്? അതെ, ജമീഷ മുബിൻ എന്ന യുവാവാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ? വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കിട്ടി. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് അന്വേഷിച്ചപ്പോൾ ഇത് ഈ യുവാവിന്റെ പേരിലുള്ള കാറാണ് എന്ന് തിരിച്ചറിഞ്ഞു. ആ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് 5 യുവാക്കളുമായി കാറിനകത്ത് സാധനങ്ങൾ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തിരിച്ചറിഞ്ഞു ആ സ്ഫോടക വസ്തുക്കൾ കാറിനകത്തേക്ക് കയറ്റാൻ സഹായിച്ച 2 മക്കളുടെ ഉമ്മയാണ് ഞാനാണ് വിളിക്കുന്നത്. എൻ്റെ മക്കളാണ് അതിനകത്ത് ഇവനെ സഹായിക്കാനുണ്ടായിരുന്നത്. എൻ്റെ മക്കൾക്ക് അതിൻ്റെ പേരിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് എന്ന് ഉമ്മ പറയുകയാണ്. എങ്ങനെയുണ്ട്? അപ്പോ കാശ്മീരിലെ രാജ്യത്തിനെതിരെ പടപൊരുതി ചത്തുപോയ മക്കളുടെ ശവം പോലും തങ്ങൾക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഉമ്മമാരുടെ കൂടി നാടാണ് ഈ ഭാരതം. അങ്ങനെയുള്ള രാജ്യസ്നേഹികളായ മാതാപിതാക്കൾ ഈ രാജ്യത്തുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരില് കുക്കർ സ്ഫോടനം നടന്നത്. ഓട്ടോറിക്ഷയ്ക്കകത്ത് വെച്ച് കുക്കറോടുകൂടി പൊട്ടിത്തെറിക്കുന്നു. ഇപ്പോ തഹാവൂർ ഹുസൈൻ റാണ
അയാളെ സഹായിച്ച മജീദ് അടക്കം, ഷബീർ അടക്കം ഇപ്പോൾ ദാ പുറത്തു വന്നിട്ടുണ്ട്. തഹാവൂർ ഹുസൈൻ റാണ വായ തുറന്നപ്പോൾ അബ്ദുൽ നാസർ മദനിയും തടിയന്റെ അവിടെ നസീറും ഡി കമ്പനിയുടെ ദാവൂദ് ഇബ്രാഹിമും തുടങ്ങി അനേകം പേരുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി പറയണം, ജാമിദ ആണോ കാരണം? എയർപോർട്ടിൽ മുസ്ലിങ്ങൾക്ക് കടക്കാൻ സാധിക്കാത്തത് മുസ്ലിം നാമധാരികളാണെങ്കിൽ പിടിച്ചു നിർത്തി സൂക്ഷ്മ പരിശോധനകൾ നടത്തുന്നതും എക്സ്റേ ചെയ്യുന്നതും സ്കാൻ ചെയ്യുന്നതും കൂടുതൽ പരിശോധിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമൊക്കെ ജാമിദ കാരണമല്ല, ആരിഫ് കാരണമല്ല, മറിച്ച് നമ്മുടെ ചെയ്തികൾ കാരണമാണ്. മുസ്ലിങ്ങൾ ആ രൂപത്തിൽ മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് ഞെക്കിപ്പിഴിഞ്ഞെടുത്ത് ഹലാലാക്കി അത് കച്ചവടം നടത്തുമ്പോൾ ചിന്തിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഇത് പിടിക്കപ്പെടും. എന്നെ മാത്രമല്ല, എൻ്റെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരെയും ഇത് ബാധിക്കുമെന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ രൂപത്തിൽ പൊട്ടിത്തെറിക്കപ്പെട്ട ആളുകളാണ് അതിന് കാരണം. നമ്മൾ അതിനെ റിമൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരുതി മുസ്ലിം നാമധാരികൾ എല്ലാവരും ഭീകരരാണെന്നോ തീവ്രവാദികളാണെന്നോ എങ്ങും പറഞ്ഞിട്ടില്ല, പറയാൻ സാധിക്കുകയുമില്ല. കാരണം എൻ്റെ വീട്ടിൽ മുസ്ലിങ്ങളുണ്ട്, പാസ്പോർട്ട് ഉള്ളവരുണ്ട്, നിരന്തരം ട്രാവലിംഗ് നടത്തുന്ന ആളുകളുണ്ട്. എല്ലാവരും തീവ്രവാദികളല്ല. വളരെ കുറച്ചാളുകൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് എല്ലാവരെയും ബാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ വീണ്ടും വലിയ രൂപത്തിൽ ചർച്ചകളാകുകയാണ്. ഈ മുസ്ലിം നാമധാരികൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ശരി, അവരെ ആരും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, പട്ടിയുടെ വില പോലും അവർക്ക് കൽപ്പിക്കുന്നില്ല എന്ന രൂപത്തിലാണ് പുതിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. ദിവസം മുമ്പ് ഈ ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരാൾ അയാളെ ഒരു പരാമർശം വരുന്നു, ഇന്ത്യയുടെ പാസ്പോർട്ട് ചില രാജ്യങ്ങളൊക്കെ പ്രശ്നമാണ്, ഇന്ത്യൻ പാസ്പോർട്ടിന് വലിയ വിലയൊന്നുമില്ല, ഒന്നും മതിപ്പൊന്നുമില്ല എന്ന തരത്തിൽ. അപ്പോൾ നമുക്കറിയാവുന്ന ലോകസഞ്ചാരിയായിട്ടുള്ള ഒരാൾ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹത്തിനെ മലയാളികൾക്കെല്ലാം അറിയാൻ ചെയ്യാം. ഒരുപാട് അറിവുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ചാനൽ വഴിയും മറ്റൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. ഇത് പക്ഷേ ഏതോ ഒരു മൂന്നാം കിട ട്രാവൽ ബ്ലോഗറാണ്. അപ്പൊ ഇയാൾ പറഞ്ഞ കാര്യം ഇയാൾക്ക് എത്ര പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ ഈ തീവ്രവാദികൾക്ക് പിന്തുണയും അതേപോലെ തന്നെ കുത്തിരിപ്പായിട്ട് നടക്കുന്ന ഒരു ചാനലുണ്ട്, മധുതി ചാനൽ, മീഡിയ വണം എന്ന ചാനലാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിന്റെ ഗൗരവമൊന്നും അവർ നോക്കാതെ, അവർക്ക് അതിന്റെ ആവശ്യമില്ല, 3 കല്ലും മുട്ട് നിരത്തി വെച്ചിട്ട് അടുക്കൽ പോലെ അതിൽ കയറി ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്ന തുടങ്ങും. ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയില്ല, വിശ്വഗുരുവിന്റെ പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചർച്ച തുടങ്ങിയത്. സംഗതി ഞാൻ പലപ്പോഴും ഇവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ ചർച്ച നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ അത് കാരണമാകും. അത് കുറച്ച് അവർ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ചില രാജ്യങ്ങളിലൊക്കെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ പാസ്പോർട്ടിന്റെ പ്രശ്നമല്ല, പാസ്പോർട്ട് ആരുടെ പേരിലാണ് എന്നതാണ് പ്രശ്നം. ഉദാഹരണത്തിന് എം ഹസൻ, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്, മുസ്ലിമാണ്. അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവാണ്, അദ്ദേഹം മുസ്ലിമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരിക്കൽ അമേരിക്കയിൽ പോയി. അപ്പോൾ അമേരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവിടെ വേൾഡ് ട്രേഡ് സെന്റർ നടത്തിയതിനു ശേഷം അവർക്ക് അവരുടെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാണ്. എയർപോർട്ടിലൊക്കെ ഭയങ്കരമായിട്ട് അവർ ചെക്കിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം ആരെയാണ് കയറ്റിവിടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അമേരിക്ക പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ആ എയർപോർട്ടിൽ വലിയ ചെക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ ചെക്കിംഗ് ഈ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ നടത്തിയുള്ളൂ. എല്ലാവർക്കും ഒന്നും ഒരു ടൈറ്റ് ആയിട്ടുള്ള ചെക്കിംഗ് മറ്റും നടത്തുന്നില്ല. പക്ഷേ എന്നാൽ M ഹസനെ ഉണ്ടല്ലോ, അവര് നിക്കർ വരെ കുനിച്ച് നിർത്തിയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് വിട്ടത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, രണ്ടുപേരും മുസ്ലിം ആണല്ലോ, രണ്ടുപേരും അമേരിക്കയിൽ ഒരുപോലെയാണല്ലോ പോയത്, രണ്ടുപേർക്കും ഒരേ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണല്ലോ, പിന്നെ എന്തിനാണ് PK കുഞ്ഞാലിക്കുട്ടിയെ വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞു വിടുകയും M ഹസൻ ഇങ്ങനെ ചെയ്യുന്നത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന് മാത്രമേ ഉള്ളായിരുന്നു. M ഹസന്റെ പേര് എന്ന് പറഞ്ഞാൽ മാലിക് മുഹമ്മദ് ഹസൻ എന്നായിരുന്നു പേര്. അതവിടെ വിഷയമാണ്. അപ്പൊ മാലിക് മുഹമ്മദ് ഇപ്പോ ഈ പേര് കണ്ടാൽ ഉടനെ നിക്കറ് വരെ ഊരി കുനിച്ച് നിർത്തി മുക്കിച്ച് പരിശോധന നടത്തേണ്ടി വരുന്നതിന്റെ പിന്നാമ്പുറം എന്തുകൊണ്ടാണ് എന്നൊന്ന് ചിന്തിക്കണം. ഈ രൂപത്തിൽ എന്തിന് ഞങ്ങളെ പരിശോധിക്കുന്നു എന്ന് തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ആരാണ് നമുക്ക് ഈ പ്രതിസന്ധി ഉണ്ടാക്കി തന്നത്? അതൊന്ന് ചിന്തിച്ചാൽ മതി, ബോധ്യപ്പെടും എന്തുകൊണ്ടാണെന്ന്. എന്ന പേരുള്ള M ഹസനെ അവർ അടിമുടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വിട്ടത്. അപ്പോൾ പ്രശ്നം ആർക്കാണെന്ന് മനസ്സിലായല്ലോ, ഇന്ത്യൻ പാസ്പോർട്ടാണോ? അല്ലേ അല്ല, അതിനകത്തെ പേരിനാണ്. കമലഹാസൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അയാൾ ഇപ്പോൾ സമ്മതിക്കുന്നില്ലെങ്കിലും ബ്രാഹ്മണനാണ് പുള്ളി, ജാതി വെച്ച് പറയുകയാണെങ്കിൽ അതാണ്. പക്ഷേ അദ്ദേഹം പേര് ഇടയ്ക്ക് പരിഷ്കരിച്ച് കമൽ ഹസൻ എന്നാക്കിയത്. നേരത്തെ കമൽ ഹാസൻ ആയിരുന്നു, കമൽ ഹസൻ എന്നാക്കിയത്. ഇതേപോലെ തന്നെ അദ്ദേഹത്തിനെ അമേരിക്കയിൽ അവർ പിടിച്ചു കയറി കർശനമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് വിട്ടത്. പേര് ഈ ഹസൻ എന്നുള്ള പേര് വന്നുകൊണ്ടാണ് ഈ പ്രശ്നം. ഇനി ഷാറുഖ് ഖാൻ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. അതെല്ലാം പോട്ടെ, ഇവർക്കൊക്കെ സംഭവിച്ച പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാം. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം സാറിന് പോലും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. അദ്ദേഹത്തിന്റെ ഷൂസ് ഒക്കെ ഊരി പരിശോധിച്ചു. പേര് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ മധുതി ചാനലായിട്ടുള്ള അടുപ്പൂട്ടികൾക്ക് കാര്യം മനസ്സിലായോ? പ്രശ്നം നമ്മുടെ പാസ്പോർട്ടിനല്ല, പ്രശ്നം അത് ആരുടെ പേരിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ദ്രൻസ് എന്ന് പറയുന്നത്, ഇപ്പോ നമ്മുടെ നാട്ടിൽ പലർക്കും പല നാടുകളിലേക്കും പോകാൻ പറ്റാതെ എയർപോർട്ടിൽ തന്നെ ഒരുപാട് പരിഹാസ്യരായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ ആളുകൾ കാരണമാണ്. ഇന്ത്യൻ പാസ്പോർട്ടിനല്ല പ്രശ്നം. ഇനി ഇന്ത്യൻ പാസ്പോർട്ടിന് പ്രശ്നമുണ്ട് എന്ന് കരുതുന്ന ആളുകൾക്ക്
അവർക്ക് അനുയോജ്യമായിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അവിടേക്കുള്ള വഴി നമ്മളാരും പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കേണ്ടെന്ന കാര്യവുമില്ല. നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, നമുക്കാർക്കും ഒരു പ്രശ്നങ്ങളുമില്ല. എന്തുകൊണ്ടില്ല? ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്നവർ ഇന്ത്യൻ പാസ്പോർട്ടിനെ സംബന്ധിച്ചിട്ടല്ല ചർച്ച ചെയ്യേണ്ടത്, അതിനകത്തുള്ള പേരുകാരെ കുറിച്ചും അവർ ഈ രാജ്യത്ത് ഈ രൂപത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തീർത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നതും ഒന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയം പോലും ചർച്ചയ്ക്ക് വരില്ല. നന്ദി.